അഞ്ജു രാഹുൽ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. വീട്ടിലെ നാരകം നടാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാലേ ഇതിനോട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പലതരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയം തന്നെയാണ് ഈ നാരകം നടുന്നത്. പലരും പല രീതിയിൽ അതേക്കുറിച്ച് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാനുണ്ടായ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടുകളിലെ നട്ടുപിടിപ്പിക്കാവുന്ന കുറച്ച് സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയ മാവ്, പ്ലാവ് അങ്ങനെയുള്ള വൃക്ഷങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ നട്ടു വളർത്തുകയാണെങ്കിൽ ഇപ്പോൾ തെച്ചി, തുളസി, മന്ദാരം, നന്ദ്യാർവട്ടം അങ്ങനെയുള്ള പൂക്കൾ, ചെമ്പരത്തി, ഇതൊക്കെയാണെങ്കിൽ നമുക്കത് വളർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുകൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ തുളസി ആണെങ്കിലും പൂക്കളാണെങ്കിലും മാല കെട്ടാനായിട്ടും അതുപോലെ പുഷ്പാഞ്ജലിക്കൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കാനും സാധിക്കും. അത്തരത്തിലുള്ള കുറച്ച് സസ്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കണ്ടിട്ടാവണം നാരകം വീട്ടിൽ നടാമോ എന്നുള്ള ഒരു ചോദ്യം വന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഉത്തരം പറയുമ്പോൾ രണ്ട് തരത്തിലും പറയാറുണ്ട്. ഒരു ചൊല്ല് തന്നെയുണ്ട് കേട്ടോ. നാരകം നട്ടിയിടം നാരി ഭരിച്ചിടം എന്ന് പറഞ്ഞത് നന്നല്ല എന്ന് പറയും. ഈ നാരി ഭരിക്കുന്ന സ്ഥലം നന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വം അല്ലേ സൂചിപ്പിക്കുന്നത് എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പറയാം. ഈ ഭരണം അല്ലെങ്കിൽ ഭരിക്കുക എന്ന് പറഞ്ഞ കാര്യം തന്നെ കുടുംബത്തിന് ചേർന്ന ഒരു കാര്യമല്ല. കുടുംബത്തിലുള്ളവർ ഭരിക്കല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മൾ ഐക്യത്തോട് കൂടിയിട്ട്, സന്തോഷത്തോട് കൂടിയിട്ട്, സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കുക വേണ്ടത്. അപ്പോൾ അത് പുരുഷൻ സ്ത്രീ എന്നൊന്നുമില്ല. എല്ലാവരും തുല്യ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് കുടുംബത്തിലെ പെരുമാറേണ്ടത്, കുടുംബത്തിൽ ജീവിക്കേണ്ടത്. എന്നാലേ ഇത് കുടുംബമാവുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ചൊല്ലുണ്ട് കേട്ടോ. നാരകം നടുന്നത് നന്നല്ല എന്ന് പറയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ കായ്കനികൾ ഉണ്ടാകാനായിട്ട് താമസിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത് എന്ന് അറിയില്ല. അപ്പോൾ അറിയുന്നവർ അത് എന്തുകൊണ്ടാണെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അറിയാത്തവർക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. എന്തായാലും നടുന്നത് നന്നല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അത് നട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ നിന്നുള്ള നാരങ്ങയും ഗണപതി നാരങ്ങയും ഒക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് മുറ്റമൊക്കെ ഉണ്ടാവുമല്ലോ, വീടിൻ്റെ ആ ഒരു കോമ്പൗണ്ട്, അവിടെ നടരുതെന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് പറയുക. ഇനിയിപ്പോൾ കൂടുതൽ സ്ഥലമുള്ളവരെ, ഇപ്പോൾ അവിടെ ഇപ്പോൾ തെങ്ങ്, അതുപോലെ തന്നെ മാവ്, പ്ലാവ് അങ്ങനെയൊക്കെ നട്ടിട്ടുള്ളവരുണ്ടായിരിക്കുമല്ലോ, ആ വീടിനോട് ചേർന്നല്ലാത്ത സ്ഥലങ്ങൾ, അവിടെയൊന്നും നടുന്നതിൽ വിരോധമില്ല. എന്നാലാണ് നമുക്കതിൻ്റെ കായ്കനികളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ വീടിൻ്റെ പരിസരം അല്ലെങ്കിൽ മുറ്റം അല്ലെങ്കിൽ വീടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ നടരുത് എന്ന് പറയാറുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ.